Good morning, Ponnu sir. ഇന്ന് നമ്മുടെ സെക്കൻഡ് ഡേ ആണ് ഹോങ്കോങ്ങിൽ. അതായത് നമ്മളിപ്പോൾ നിൽക്കുന്നത് കൗലോൺ സിറ്റിയിലാണ്. അപ്പോൾ അവിടുത്തെ മോർണിംഗ് കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇന്നലെ രാത്രി നല്ല മഴ പെയ്തിരുന്നു. കാരണം ഈ വിൻഡോസിലെല്ലാം ഇങ്ങനെ ഡ്രോപ്ലെറ്റ്സ് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഏതൊരു ഹോട്ടലിൽ ബുക്കിംഗ് എടുക്കുമ്പോഴും മെയിനായിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ ട്രൈ ചെയ്യാറില്ല, മോസ്റ്റ്ലി ചെയ്യാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ ഡേ ഭയങ്കര ഈസി ആക്കും. വെൽക്കം ബാക്ക് ടു ഫാമിലി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ നമുക്കൊരു ടാക്സി കിട്ടി. അങ്ങനെ ടാക്സി കയറാണ്. നമ്മളിപ്പോൾ ഫസ്റ്റ് പോകുന്നത് സ്റ്റാർ ഫെറിയിലാണ്. കാരണം ഇന്നലെ രാത്രി പോയപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടി, നമുക്ക് ഈസിയാണ് ഇവിടുന്ന് ഹോങ്കോങ്ങിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, അതായത് ഹോങ്കോങ് സിറ്റിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ പിന്നെയും ആ സ്റ്റാർ ഫെറിയിൽ കയറാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഹോങ്കോങ് സിറ്റിയിലേക്ക് പോകാൻ ഫെറിയിൽ പോകുമ്പോൾ അതാ ഈസി. മറ്റേ ടാക്സിയിൽ നല്ല കത്തിയാണ്. നമ്മളിങ്ങനെ നടക്കുമ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. നമ്മൾ നാട്ടിലൊക്കെ കാണുന്ന പോലെ നമ്മളിങ്ങനെ നെറ്റിട്ടിട്ട് ഇങ്ങനെ മീൻ പിടിച്ചിട്ട് അപ്പോൾ തന്നെ ആൾക്കാർ വന്ന് വാങ്ങുന്നുണ്ട്. ഇതാണ് ഐസ്ക്രീം ക്യൂ. അവിടുത്തെ ഒരു ഫേമസ് ഐസ്ക്രീമാണെന്ന് തോന്നുന്നു. എല്ലാവരും കഷ്ടപ്പെട്ട് ക്യൂ നിന്ന് വാങ്ങുന്നുണ്ട്. തിരക്കിട്ട് വാങ്ങിക്കുന്ന തന്നോക്ക. Expensive, look at the price. $14 for this. Thank you. No. എങ്ങനെയുണ്ട് ഐസ്ക്രീം? Super good. Look at the queue. Mr. Softy. Mobile Softy ice cream. ക്യൂ തന്നേനുണ്ട്. അങ്ങനെ നമ്മൾ സ്റ്റാർ ഫെറിയിലേക്ക് പോവാണ്. ഇന്നലെ രാത്രി പോയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഈസി ആയിരുന്നു. അങ്ങനെ കൺഫ്യൂഷനൊന്നും ഉണ്ടായിരുന്നില്ല. പഴയ ഹോങ്കോങ് സിം ഷാ സു സ്റ്റാർ ഫെറി. അതിൽ നിന്നും ഇങ്ങോട്ട് പിന്നെ ഇങ്ങനെയായി. ദിസ് ഇസ് ദ ഫസ്റ്റ്. ഇങ്ങനെ അങ്ങോട്ടല്ലേ? സോറി, ഫസ്റ്റ് ജനറേഷൻ ഇങ്ങനെ, സെക്കൻഡ് ജനറേഷൻ ഓഫ് സ്റ്റാർ ഫെറി, തേർഡ് ജനറേഷൻ ഓഫ് സ്റ്റാർ ഫെറി ആൻഡ് ഫോർത്ത് ജനറേഷൻ. അതായത് നമ്മൾ ഇവിടുത്തെ വെതർ എന്താന്ന് വെച്ചാൽ, കാറ്റുണ്ടോന്ന് വെച്ചാൽ കാറ്റുണ്ട്, ചൂടുണ്ടോ വെച്ചാൽ ചൂടുണ്ട്. ഇത് ഏസിയാ. അങ്ങനെ നമ്മൾ ഫെറിയിൽ കയറിയിരിക്കുകയാണ്. അപ്പർ ഡെക്ക്. അപ്പോൾ ഇവിടെ AC ഉണ്ട്. ഇതിപ്പോൾ ലോവർ ഡെക്കും അപ്പർ ഡെക്കും ഉണ്ട്. അപ്പോൾ ലോവർ ഡെക്കിലാണ് നമ്മൾ ഇന്നലെ രാത്രി കയറിയത്. അവിടെ ഓപ്പൺ എയർ ആയിരുന്നു, ഇവിടെ AC ഉണ്ടായിരുന്നു. ഹോങ്കോങ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഒരു ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ്സിന് നമുക്ക് 4 ആൾക്കും ദിറംസ് കണക്കൂട്ടി കഴിഞ്ഞാൽ അതും 2 hours 980 ദിറംസ്. അൺബിലീവബിൾ എമൗണ്ട് കേട്ടോ. ഇന്നലെ ഭക്ഷണം കഴിച്ച് ചെറിയ ആകെ 2 ബിരിയാണിയും കഴിച്ചതിന് 400+ ദിറംസ്. ടാക്സി ആണെങ്കിൽ ഹെവി. ചിലവ് കുറവാണ്ട് ഇപ്പം ബോട്ടിങ് ആണ്. അങ്ങനെ നമ്മൾ ഇതിലൂടെയുള്ള ഒരു മോളിൽ കയറാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്.
അങ്ങനെ ആപ്പിൾ സ്റ്റോറിൽ കയറിയിരിക്കുകയാണ് ഇവിടുത്തെ. നമ്മളിപ്പോൾ ഉള്ളത് ഹോങ്കോങ്ങിലുള്ള IFC മോളിലാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മളിപ്പോൾ ഒരു ആപ്പിൾ സ്റ്റോർ കണ്ടാൽ എന്തായാലും നമ്മളൊന്ന് കമ്പയർ ചെയ്യുമല്ലോ പ്രൈസ്. അതായത് ഹോങ്കോങ്ങിലും ദുബായിലുള്ളത് മൊബൈൽസിൻ്റെ ഒക്കെ, പക്ഷേ സെയിം പ്രൈസ് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ ഫുഡ് കഴിക്കാനായിരുന്നു മെയിനായി കയറിയത്. പക്ഷേ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊന്നും അവിടെ കാണുന്നില്ല, മെയിനായി ഒന്നും കണ്ടില്ല. പിന്നെ നമ്മൾ വിചാരിച്ചു ഓക്കെ നമുക്ക് വെറുതെ ഒന്ന് മൊത്തം സിറ്റിയൊക്കെ കറങ്ങാം. അപ്പോൾ ഇവിടുന്ന് എവിടെയെന്നെങ്കിലും ഭക്ഷണം ഇഷ്ടമായത് ഏതെങ്കിലും റെസ്റ്റോറൻറ്റോ ഒക്കെ അങ്ങനെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ നമുക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു. അതാണ് ബസ് സ്റ്റാൻഡ്. ഇവിടെ മാക്സിമം എല്ലാവരും യൂസ് ചെയ്യുന്ന പബ്ലിക് ട്രാൻസ്പോർട്ടാണ്, പ്രൈവറ്റ് കുറവാണ്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇവിടെ ട്രാഫിക് കുറവ്. മേ ബി ഇവിടെ ആൾക്കാരൊക്കെ ഭയങ്കര ബിസിയാണ്, അധികം സംസാരിക്കുന്നൊന്നുമില്ല. ഇതിനിടെ മോസ്റ്റ്ലി എല്ലാവരും ഇപ്പോഴും മാസ്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഓ അങ്ങനെ ഇതാണ് നമ്മുടെ എമിറേറ്റ്സിന്റെ ഓഫീസ്. അത് നല്ല രസമില്ലേ അതൊക്കെ. ഈ ഒരു ഫാസ്റ്റ് ബീപ്പിംഗ് കേൾക്കുന്നില്ല. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഈ പെഡസ്ട്രിയൻസിന് അതായത് റോഡ് ക്രോസ് ചെയ്യാൻ സേഫാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അത് സ്ലോ ആയിട്ടും കേൾക്കുന്നുണ്ട്. അതായത് അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യണം, കാരണം ക്രോസ് ചെയ്യുന്നത് സേഫ് അല്ല. പിന്നെ ഹോങ്കോങ്ങിൽ പോയാൽ ഫേമസ് ആയി കാണാൻ പറ്റുന്ന ഒരു ഡബിൾ ഡക്കറാണ്. ഇതാണ് ട്രാം അവിടുത്തെ. അതായത് ഡിങ് ഡിങ് എന്നാണ് ഇതിന് പറയുന്നത്. അതതിൻ്റെ ഒരു ഡ്രൈവർ ഡിങ് ഡിങ് സൗണ്ട് ഉണ്ടാക്കും. എന്തിനാണെന്ന് വെച്ചാൽ ബാക്കിയുള്ള വണ്ടിയൊക്കെ നമുക്ക് ഹോൺ അടിക്കുന്നതിന് പകരം ഡിങ് ഡിങ്. നല്ല രസമുണ്ടായിരുന്നു അത് കേൾക്കാൻ വേണ്ടിയിട്ടും. അങ്ങനെ അവസാനം നമ്മൾ KFC കണ്ടപ്പോൾ എന്നാൽ പിന്നെ വേറെ ഒന്നും നോക്കാനില്ല, വേഗം KFCയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ എത്തിയപ്പോൾ ആകെ ഷോക്ക്ഡായി. നോക്കിയാൽ ഭയങ്കര ക്യൂ ആയിരുന്നു KFCക്ക് വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞാൽ പെട്ടുപോയി എന്ന് പറയാം, കാരണം നമ്മൾ ഓർഡർ ഓൾറെഡി പ്ലേസ് ചെയ്തു. പക്ഷേ അറൗണ്ട് 1.5 hours എടുത്ത് നമുക്ക് KFC കിട്ടാൻ വേണ്ടി. എന്താ ഷാനുത്? വേൾഡ് ലോങ്സ്റ്റ് എസ്കലേറ്റർ സിസ്റ്റം. അപ്പോൾ ഇതാണ് വേൾഡ്സ് ലോങ്ങസ്റ്റ് ഔട്ടർ കവേർഡ് എസ്കലേറ്റർ സിസ്റ്റം. ഇറ്റ്സ് 800 meter ലോങ്. പിന്നെ ഈ ഒരു നമുക്ക് എസ്കലേറ്ററിൽ പോകുമ്പം തന്നെ ഈ ഒരു സിറ്റി, ഹോങ്കോങ് സിറ്റി മൊത്തത്തിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവരിത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്, അല്ലാണ്ട് നമുക്ക് ഈ സ്റ്റീപ്പ് ഹിൽസ് പോലെ ഇല്ല, അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളെപ്പോലത്തെ മടിയന്മാർക്ക് നല്ല സുഖമാണ്. അപ്പോൾ ഈ ഒരു എസ്കലേറ്ററിൽ കയറി പിന്നെ നമ്മൾ എവിടെ എത്തുന്നതെന്ന് വെച്ചാൽ ഹോങ്കോങ് സെൻട്രൽ പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടാണ്. അതായത് തായ് കൂൻ എന്നാണ് ഇത് അറിയപ്പെട്ടത്. അതായത് തായ് കൂൻ എന്ന് വെച്ചാൽ ഓൾഡ് പോലീസ് സ്റ്റേഷന്, പിന്നെ കോർട്ട് ഹൗസ്, പ്രിസണ് എല്ലാം കൂടി ഒരുമിച്ചുള്ളതാണ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ അത് ട്രാൻസ്ഫർ ഇൻ ടു എ കൾച്ചറൽ ആൻഡ് ഹെറിറ്റേജ് സെൻറ്റർ. അടക്കിനെ കുറേ ഇവൻറ്റ്സ് അതൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. ശരിക്കും ഈ ഒരു പ്രിസണൊക്കെ കാണുമ്പോൾ നല്ലോണം പേടിയാകുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു പേടിയാവില്ലേ നമ്മളിങ്ങനെ താഴോട്ടിറങ്ങാം. ഓ ഇതല്ലേ നമ്മൾ കയറി വരുന്നല്ലേ. ഫുഡ് വേണമെങ്കിൽ അങ്ങനെ നമ്മള് സിറ്റി കറങ്ങി 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 ഇങ്ങനെ നടക്കാണ്. ഇതിന്റെ താഴെ നോക്കിയാൽ തന്നൂക്ക ഇങ്ങനെ പെട്ടെന്ന് കാണുമ്പോൾ ഇതൊരു യൂറോപ്പ് പോലുണ്ട് കേട്ടോ, ഹോങ്കോങ് സിറ്റി കാണാൻ. നോക്കിയാ ഈ ടാക്സി നല്ല രസമില്ല ഇവിടെ, ഒരു പഴയ മോഡൽ ടാക്സി.
അവിടെ നല്ല സ്പേഷ്യസ് ആണ്, അകത്ത് ഇരിക്കുമ്പോൾ നല്ല സ്പേഷ്യസ് ആണ് അല്ലേ. ഇതിങ്ങനെ ഒരു കയറ്റാട്ടോ, അതൊക്കെ നല്ല രസമുണ്ട് ഈ കയറ്റാറൊക്കെ, എസ്പെഷ്യലി ഈ ഒരു ടാക്സി. ദൂരത്ത് നിന്ന് വണ്ടി ഇറങ്ങി വരുന്നതൊക്കെ ഇതൊക്കെ ഇവിടെ ഇങ്ങനെ വീര് പോലെ. അങ്ങനെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പീക്ക് ട്രാം എന്ന് പറഞ്ഞാൽ ഹോങ്കോങ്ങിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് അട്രാക്ഷൻ എന്ന് പറയാം. കാരണം എല്ലാ ടൂറിസ്റ്റുകളും വന്നാൽ പോകുന്ന മസ്റ്റ് വിസിറ്റ് ആയ ഒരു പ്ലേസ് തന്നെയാണിത്. അപ്പോൾ ഇതൊരു 1888 ഇത് ആക്ച്വലി ഉണ്ടാക്കിയത്. എന്ന് വെച്ചാൽ ഇങ്ങനെ പാസഞ്ചേഴ്സിനെ പീക്കിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തത്, അതായത് വിക്ടോറിയ പീക്കിലേക്ക്. അപ്പോൾ നമുക്ക് ആ ഒരു യാത്രയിൽ ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോങ്കോങ്ങിലെ മൊത്തം ഈ സിറ്റി സ്കൈ ലൈന്, വിക്ടോറിയ ഹാർബർ ആൻഡ് അതിൻ്റെ സറൗണ്ടിങ് ആയിട്ടുള്ള മൗണ്ടൻസ് എല്ലാത്തിൻ്റെ വ്യൂ നമുക്ക് കിട്ടും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ട്രാം എങ്ങനെയാണ് പോകുകയെന്ന് വെച്ചാൽ ഭയങ്കര സ്റ്റീപ്പായിട്ടാണ്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡും ആയിരിക്കും എന്നാണ് പറഞ്ഞത്. എന്തായാലും നമ്മൾ കയറി നോക്കുന്നുണ്ട്. ഷാനുവും പൊന്നും ഭയങ്കര സ്പീഡിൽ നടക്കാണ് വിൻഡോ സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. സിറ്റിയാ നോക്കിട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ എത്ര മനസ്സിലാകുന്നുണ്ടെന്ന് അറിയില്ല. ശരിക്കും നല്ല രസമുണ്ടായിരുന്നു, നല്ല എക്സൈറ്റിംഗ് തന്നെയായിരുന്നു, നല്ല ഇങ്ങനെ കയറ്റം കയറുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിക്ടോറിയ പീക്കിൽ എത്തിയാൽ നമുക്ക് ഒരുപാട് സുവനീർ ഷോപ്സൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് വേണ്ട ഗിഫ്റ്റ്സ് പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് ഷോപ്പ് ചെയ്യാം. ഇങ്ങോട്ടെല്ലാം ഉണ്ട് അനൂക്ക, നമുക്ക് വാങ്ങണമെങ്കിൽ അതാ പറഞ്ഞ നോക്കി നോക്കി എടുത്താൽ തിരക്കൂട്ടല്ല. നോക്കട്ടെ, അതൊരു രസമുണ്ടല്ലോ ഷാനു. പപ്പ എടുത്ത അത് നമ്മളെ മയിൽപ്പീലി അന്നുക. അങ്ങനെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. ഈ ഒരു സിസ്റ്റം ഞാൻ ആദ്യമായിട്ട് കാണാണ്. അവിടുന്ന് വാഷ്റൂമിൽ പോയപ്പോൾ നമ്മളിപ്പോൾ കൈ കൊണ്ട് വേവ് ചെയ്താൽ അത് ലോക്ക്ഡ് ആകും. അപ്പോൾ നമുക്ക് ഒക്യുപ്പൈഡ് എന്ന് കാണിക്കും. പിന്നെ ഒന്നും കൂടി വേവ് ചെയ്താൽ അത് അൺലോക്ക് ആകും. ആക്ച്വലി ഞാൻ ആദ്യമായിട്ടാണ് ആ ഒരു സിസ്റ്റം കണ്ടത്. ഇതെന്താ ആരാ പിക്ചർ കളർഫുള്ള്? നമ്മൾ മാത്രമല്ല, ടൂറിസ്റ്റുകൾ മാത്രമല്ല, ഹോങ്കോങ്ങിലുള്ള ലോക്കൽസ് തന്നെ കുട്ടികളെയൊക്കെ കൂട്ടിയിട്ട് അവർ ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാൻ വരാൻ പറ്റുന്ന ഒരു ഈവനിങ്ങിൽ അവർ വരുന്ന ഒരു സ്പോട്ട് തന്നെയാണിത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അവിടെ കുറേ നമുക്ക് വേണമെങ്കിൽ ഐസ്ക്രീംസ്, പിന്നെ കുറേ റെസ്റ്റോറൻറ്റ്സും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ എത്തിയപ്പോൾ നല്ല വെതറൊക്കെ ആയിട്ട് ഡ്രിസ്ലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി.
അങ്ങനെ നമ്മൾ അവിടെ ഒരു 1 to 2 hours ഒക്കെ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം വീണ്ടും നമ്മൾ റിട്ടേൺ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഇതാ ഈ ഒരു പീക്ക് ട്രാമിന് വെയിറ്റ് ചെയ്യാണ്. Near airport, and then by the bus go to Macau. Yeah, yeah. അപ്പോൾ നമുക്ക് കിട്ടിയ ആ ഡ്രൈവറോട് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുകയായിരുന്നു. കാരണം നമുക്ക് അവിടെ ചില ടാക്സിക്കൊക്കെ അല്ല, ടാക്സിക്ക് മാത്രമല്ല ചില വണ്ടികൾക്കൊക്കെ 2 നമ്പർ രജിസ്ട്രേഷൻ കാണുന്നുണ്ട്. അപ്പോൾ അവർ പറയായിരുന്നു അവിടുന്ന് മക്കാവുലേക്ക് പോകണമെങ്കിൽ ആ ഒരു രജിസ്ട്രേഷൻ വേണം ഹോങ്കോങ്ങിൽ നിന്ന്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. ഇത് ഫുള്ള് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സും. ശരവണ പ്യുവർ വെജിറ്റേറിയൻ. അങ്ങനെ ശരവണ ഭവൻ എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു ശരവണ പ്യുവർ വെജിറ്റേറിയനിൽ കയറി തലചോർത്തിരിക്കുന്ന ശാനും. But I'm having chicken with ഒന്നോ KFCൻ്റെ ബർഗർ നേരത്തെ വാങ്ങിയപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യണം, അത് കഴിക്കാം. ഷാനുവിൻ്റെ ആഗ്രഹം. നമ്മൾ കഷ്ടപ്പെട്ടിട്ട് വന്ന് എത്തിയ സ്ഥലമാണ് ഈ ഒരു ശരവണ. നമ്മൾ ശരവണ ഭവൻ എന്നാണ് ഗൂഗിൾ മാപ്പിൽ അടിച്ചിട്ട് വന്ന സ്ഥലമായിരുന്നു അത്. വട്ടവർ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ പറയത്തക്ക ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും അൽഹംദുലില്ലാ. ഹോങ്കോങ്ങിൽ നമ്മളിങ്ങനെ സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ ഇങ്ങനെ ഒരുപാട് ജ്വല്ലറി ഷോപ്സ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതെനിക്ക് കുറച്ചും കൂടി അതിശയമായിരുന്നു. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇന്ത്യൻസ് അല്ലേ മോസ്റ്റ്ലി ഇങ്ങനെ ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ടിട്ട് കാണാറ്. പിന്നെ അതിനുശേഷം ഇനി നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചൈന ടൗണിലാണ്. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളെ പൊന്നൂനെ ഭയങ്കര എക്സൈറ്റ് ചെയ്യിക്കുന്നത്. Why did they push it off? Why did they push it off? I was actually gonna go in. അങ്ങനെ കുറേ ട്രൈ ചെയ്തു എന്നല്ലാണ്ട് ഒന്നും കിട്ടിയിരുന്നില്ല. എന്തായാലും അത് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മളിങ്ങനെ നടത്തം നമ്മുടെ സ്റ്റാർട്ട് ചെയ്തു. നടന്ന് നമ്മളിങ്ങനെ ഓരോ സ്ഥലം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഇതാണ് ഇവിടുത്തെ ചൈന മാർക്കറ്റ്. ഇതാ പൊന്നൂന് തങ്കുല് കിട്ടിയിട്ടുണ്ട്. ഡ്രസ്സല്ലടാ, എന്തൊക്കെ ഹോങ്കോങ് ഡ്രസ്. ഇതാ പൊന്നു ഇവരെ ഡ്രസ്. ഇത് നല്ല രസമുണ്ടല്ലോ. Clothes. Look at those Chinese ones. Oh, they're for babies. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തു, ചെറിയ ഷോപ്പിംഗ് ഒക്കെ നടത്തി. ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ. ഇന്ന് മൊത്തം നമ്മൾ ഹോങ്കോങ് സിറ്റി ഇങ്ങനെ കറങ്ങി. അപ്പോൾ ഇനിയും ഒരുപാട് വിശേഷങ്ങളായിട്ട് വരാനുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ
Masalama.